നാം എല്ലാവരും വിസ്മരിച്ചു പോകുന്ന, നേരത്തെ ഭരണഘടന പരാമർശിച്ച പോലെ തന്നെ ജനകീയ ആസൂത്രണങ്ങളുമൊക്കെ പലപ്പോഴും അത് ആസൂത്രകർക്ക് പോലും വ്യക്തതയോടുകൂടി അവതരിപ്പിക്കാനുള്ള ഒരു ചുമതല ഉണ്ടായതായി നമ്മൾ കാണാറില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രസക്തി വളരെയേറെ വലുതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ സെഷനിൽ അവസാനം നമ്മൾ വച്ചിരിക്കുന്നത് ജനകീയ ആസൂത്രണവുമായി ബന്ധപ്പെട്ട കുറച്ച് സംവാദങ്ങളല്ല, നമ്മളിവിടെ ഒരു പരിചയം പുതുക്കലാണ്. എനിക്ക് ഏറ്റവും അഭിമാനമുണ്ട്. കാരണം ഞാൻ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൂടെയൊക്കെയാണ് മനുഷ്യനാകാൻ ശ്രമിച്ചത്. അപ്പോൾ ആ ഘട്ടത്തിൽ പ്രായം കൊണ്ട് ഇപ്പോൾ ഞാനും സാറും ഒരുപോലെ തോന്നുമെങ്കിലും അദ്ദേഹത്തിൻ്റെ നിരവധി ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങളൊക്കെ എന്നെ ആകർഷിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ശാസ്ത്ര പരിഷത്തിലൂടെയാണ് ശ്രീ രാജേന്ദ്രൻ സാറിനെ എനിക്ക് അടുത്തറിയാവുന്നത്. പക്ഷെ അദ്ദേഹം കിലയുടെ ഫാക്കൽറ്റിയാണ്. അങ്ങനെ നിരവധി മാനുഷികമായ ഒരുപാടിടങ്ങളിൽ അദ്ദേഹം കൈയാളുന്നുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം ഒരു ചെറിയവനായി എനിക്ക് വേദി പങ്കിടാൻ ഇങ്ങനൊരു അവസരം കിട്ടിയത് വലിയൊരു നേട്ടമായി ഞാൻ കാണുന്നു. തീർച്ചയായും നമുക്ക് നല്ലൊരു ചർച്ച ഇവിടെ അവർക്ക് കൊടുക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നു സാറേ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു സംഭാഷണങ്ങളിലേക്ക് ഏർപ്പെടാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി കഴിയാവുന്ന രീതിയിൽ, ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ട് സാധാരണ രീതിയിൽ സാധാരണ ചോദ്യങ്ങളിലൂടെ അദ്ദേഹത്തിന് ഈ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജനകീയ ആസൂത്രണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അത്? കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണക്കാർക്കും അറിയില്ല, ആസൂത്രകർക്കും അറിയാത്തതുപോലെയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു കൃത്യത സാറിന് നമ്മൾക്ക് പറഞ്ഞു തരാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വലിയൊരു ജനസംഖ്യ ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ ഒട്ടും മോശമല്ല. ഈ മനുഷ്യരെല്ലാവരും എല്ലാ സൗകര്യങ്ങളോട് കൂടിയാണ് ഈ നാട്ടിൽ ജീവിക്കേണ്ടത്. അതൊരു ന്യൂനപക്ഷത്തിന് മാത്രമല്ല അത് ലഭിക്കേണ്ടത്. പരിമിതമായ സൗകര്യമാണെങ്കിലും അത് എല്ലാവർക്കും ലഭ്യമാകണം. ഭക്ഷണമായാലും വെള്ളമായാലും വസ്ത്രമായാലും പാർപ്പിടമായാലും വൈദ്യുതിയാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും എല്ലാവർക്കും അത് ഒരുപോലെ ലഭ്യമാകണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളൊക്കെ കഴിഞ്ഞെങ്കിലും, പ്രത്യേകിച്ച് ഞാൻ 95 വന്നാൽ അപ്പോഴും ദരിദ്ര വിഭാഗത്തിൻ്റെ എണ്ണം വളരെ കൂടുതലായിരുന്നു. അവിടെയാണ് നമ്മൾ വികേന്ദ്രീകൃത ആസൂത്രണം എന്ന ഒരു സിസ്റ്റത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. 73-74 ഭരണഘടനാ ഭേദഗതിയോട് കൂടി നമുക്ക് ജനങ്ങൾക്ക് ഏറ്റവും അടുത്ത് ഇടപെടാൻ പറ്റിയ ഒരു സംവിധാനം വന്നു. അതാണ് ഗ്രാമസഭ, അതാണ് വാർഡ് സഭ. എന്ന് വെച്ചാൽ അതുവരെ ഉണ്ടായിരുന്നത് പ്രാതിനിധ്യ ജനാധിപത്യമാണെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യം, എനിക്ക് വെള്ളം വേണം, എനിക്ക് വൈദ്യുതി വേണം, എൻ്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണമെന്ന് ജനങ്ങൾക്ക് നേരിട്ട് അധികാരികളോട് പറയാൻ കിട്ടിയ ഒരു അവസരമാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. എന്നോട് ചോദിച്ചത് ജനകീയ ആസൂത്രണം എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ അച്ഛന് ലഭിക്കുന്ന ശമ്പളം ഒരു മാസം 25,000 രൂപയാണെങ്കിൽ ആ രൂപ കൊണ്ട് എന്താണ് ആദ്യം ചെയ്യേണ്ടത്, എന്താണ് അവസാനം ചെയ്യേണ്ടത്, ഇത് വീട്ടിൽ നടത്തുന്ന ഒരു ആസൂത്രണമാണ്. അത് വീട്ടിൽ അച്ഛനും അമ്മയും മക്കളെല്ലാവരും കൂടി ഇരുന്ന് നടത്തേണ്ട ആസൂത്രണമാണ്. ഇവിടെ ഒരു സാമൂഹ്യ പ്രശ്നം പരിഹരിക്കാൻ ആ പ്രശ്നം അനുഭവിക്കുന്നവരും അതിലറിവുള്ളവരും വിദഗ്ധരും എല്ലാവരും കൂടി ഇരുന്ന് അതിൻ്റെ മുൻഗണന തീരുമാനിക്കുകയും അതിൻ്റെ പരിഹാര ഇടപെടൽ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ജനകീയ ആസൂത്രണം. അപ്പം അതിൽ ജനങ്ങൾക്ക് എന്താണ് ഇടപെടേണ്ടത്, അല്ലെങ്കിൽ ജനപ്രതിനിധികൾ എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന് കൂടി വിശദീകരിച്ചാൽ ആ വിഷയം ഏകദേശം. ജനങ്ങൾക്ക് ഇടപെടാൻ പറ്റിയ ഏറ്റവും നല്ല ഇടം എന്ന് പറയുന്നത് ഗ്രാമസഭയും വാർഡ് സഭയും തന്നെയാണ്. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടുത്തെ ഗ്രാമങ്ങൾക്ക് ഒരുപാട് വ്യത്യാസമുള്ളതുകൊണ്ട് ഈ ഗ്രാമസഭ എന്ന് പറയുന്നത് മറ്റത് പഞ്ചായത്തിലൊന്നാണ്.
പക്ഷെ കേരളത്തിൽ അത് ഓരോ വാർഡിനും ഓരോ ഗ്രാമസഭയാണ്. ആ ഗ്രാമസഭ എന്ന് പറയുന്നത് ആ വാർഡിലുള്ള എല്ലാ വോട്ടർമാരും കൂടുന്ന ഒരു ഗ്രാമസഭയാണ്. ശരിക്കും അത് നിയോജക മണ്ഡലമാണ്. മറ്റതൊക്കെ തിരഞ്ഞെടുക്കുന്നതാണെങ്കിൽ ഒരു വോട്ടറാവുന്നതോടുകൂടി സ്വാഭാവികമായി അയാൾക്ക് ആ വാർഡിൽ അധികാരം കിട്ടുകയാണ്. ഇവിടെ ഗ്രാമസഭയിൽ ആൾ കൂടുതലായതുകൊണ്ട് കേരള സർക്കാർ അതിന് ഒരു തലം കൂടി കൊടുത്തു. അതിൻ്റെ താഴെ അയൽസഭകൾ. ആ അയൽസഭകളിൽ കാര്യങ്ങൾ ആലോചിച്ച് അവിടുത്തെ പ്രശ്നങ്ങളെ ലിസ്റ്റ് ചെയ്ത് അതിൻ്റെ മുൻഗണന തീരുമാനിച്ച് അത് വാർഡ് വികസന സമിതിയിലേക്ക് വരികയും വാർഡ് വികസന സമിതി ഇതിൻ്റെ മുൻഗണന തീരുമാനിച്ച് ഗ്രാമസഭയിൽ അവതരിപ്പിക്കുകയും ആ ഗ്രാമസഭ തീരുമാനിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഞ്ചായത്ത് ഭരണസമിതിയിൽ എത്തുകയും ചെയ്യും. അതൊരു ഭാഗം. രണ്ട്, പിന്നെ എവിടെയാണ് ജനങ്ങൾക്ക് ഇടപെടാൻ അവസരം കിട്ടുന്നത്? ഒന്ന്, ജനങ്ങൾ തീരുമാനിച്ച് പഞ്ചായത്തിലേക്ക് വരുന്ന കാര്യങ്ങളെ പഠിച്ച് അതിന് ജനങ്ങൾക്ക് സഹായകരമായ പ്രോജക്റ്റുകൾ സൃഷ്ടിക്കുന്നത് ജനങ്ങളുടെ പങ്കാളിത്തമുള്ളൊരു വർക്കിംഗ് ഗ്രൂപ്പാണ്. അതിനകത്ത് ഒരു ഉദ്യോഗസ്ഥനേ ഉള്ളൂ. 12 പേരുണ്ടെങ്കിൽ 11 പേരും നാട്ടിലെ വിദഗ്ധരും സാധാരണക്കാരും കർഷകരും പശു വളർത്തുന്നവരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെയാണ്. അത് വലിയൊരു ഇടപെടലാണ് ജനങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് പാടശേഖര സമിതിക്ക് ഇടപെടാൻ അവസരം കിട്ടുന്നു, തെങ്ങ് കർഷകർക്ക് ഇടപെടാൻ അവസരം കിട്ടുന്നു, അംഗൻവാടി വെൽഫെയർ അസോസിയേഷന് ഇടപെടാൻ, അങ്ങനെ ഏതാണ്ട് 50ഓളം ജനകീയ സമിതികൾ ഓരോ വാർഡിലുമുണ്ട്. പക്ഷെ ഇതൊന്നും എല്ലാം ലൈവല്ല എന്നുള്ളതാണ്. ബാക്കി ചോദ്യങ്ങൾ വരുമ്പോൾ ഇതിപ്പോൾ ഒരു സന്തോഷവും കൂടി ഉള്ളത്, ഇന്ന് രാവിലെ മുതൽ ഒരു 30ഓളം ഇപ്പോൾ ജനപ്രതിനിധികളായി തിരഞ്ഞെടുത്തവരെ ഞാൻ പോയി കണ്ടിരുന്നു. പക്ഷെ എന്നാലും ആശ്വാസമുണ്ട്. അതിൽ 2 അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് ഏറെ സ്വാഗതം. അതോടൊപ്പം ഈ മത്സരത്തിൽ വളരെ സ്വതന്ത്രനായി മത്സരിച്ച് ഏകദേശം ഒരു 3/4% വോട്ടുകൾ മേടിച്ച് പരാജയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്തു കൂടി ഇവിടെ ഇരിപ്പുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ വിലമതിച്ചുകൊണ്ട് അടുത്തൊരു ചോദ്യം, ഒരു വാർഡിൽ ജയിച്ചു വരുന്ന ജനപ്രതിനിധികൾ ഏത് പ്രവർത്തനമാണ് അവർ ആദ്യം ആരംഭിക്കേണ്ടത്? അതോടൊപ്പം ഒരു ചോദ്യം കൂടി ചോദിക്കാം സാറേ. ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ പ്രവർത്തന രീതിയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ ഒരു ചെറിയ അനുഭവത്തിൽ നിന്നാണ് ഞാനത് പറയുന്നത്. ജയിച്ചു വരുന്ന ജനപ്രതിനിധികൾ ആ വാർഡിൻ്റെ പ്രഥമ പൗരനാണ്. ആ വാർഡിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരാളാണ്. അവരുടെ നിലനിൽക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ കാണുന്ന, അതിന് പരിഹരിക്കാൻ ഇടപെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. എന്നാൽ മെമ്പർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ആ വാർഡിൻ്റെ എല്ലാ പ്രശ്നങ്ങളുമോ ആ വാർഡിലെ എല്ലാ സ്ഥാപനങ്ങളുമോ ആ വാർഡിൻ്റെ സാധ്യതകളോ എല്ലാം അറിയാൻ വഴിയില്ല. കുറേ അറിയാം. ആദ്യം ചെയ്യേണ്ട പ്രവർത്തനം എന്ന് പറഞ്ഞത് ആ വാർഡിനെ പഠിക്കുക എന്നുള്ളതാണ്. ആ വാർഡിലെ ജനസംഖ്യ, പുരുഷൻ, സ്ത്രീ, ട്രാൻസ്ജെൻഡർ, ആ വാർഡിൽ മൃഗസംരക്ഷകർ, കൃഷി ചെയ്ത് ജീവിക്കുന്ന മറ്റുള്ള ആളുകൾ, സംരംഭം നടത്തുന്ന ആളുകൾ, ആ വാർഡിലെ ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, വിധവകൾ, അങ്ങനെ കൃത്യമായൊരു കണക്കെടുപ്പാണ്. ആ കണക്കെടുപ്പ് നിങ്ങൾ വിപുലമായ ഒരു സർവേ നടത്തേണ്ടതില്ല. കാരണം നമ്മുടെ ആശാവർക്കറുടെ അടുത്ത്, അംഗൻവാടി പ്രവർത്തകരുടെ അടുത്ത്, അതേപോലെ തന്നെ PHCകളിൽ, നമ്മുടെ പഞ്ചായത്തുകളിൽ എല്ലാം ഈ ഡാറ്റയുണ്ട്. അപ്പോൾ ഈ സെക്കൻഡറി ഡാറ്റ സമാഹരിച്ചുകൊണ്ട് എൻ്റെ വാർഡ് എന്താണ് അതിൻ്റെ അവസ്ഥ, എൻ്റെ വാർഡിലെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ശ്രമമാണ് ആദ്യം നടത്തേണ്ടത്. തീർച്ചയായിട്ടും. രണ്ടാമതൊരു ചോദിച്ചിട്ടുണ്ട്. രണ്ടാമതൊരു ചോദ്യം, സമീപനം. അതെ, സമീപനം. ഇവരുടെ സമീപനം എന്തായിരിക്കും? ഈ നിങ്ങളുടെ സമീപനം എന്ന് പറയണതും ഞാൻ മെമ്പറുടെ സമീപനവും കൂടി പറയാം. ഒന്ന്, ജനാധിപത്യത്തിന് വില കൊടുക്കണം. ജനാധിപത്യം എന്ന് പറയുന്നത് അവസാനത്തെ ആളെ കൂടി കേൾക്കുക എന്നുള്ളതാണ്. ശബ്ദമില്ലാത്തവരെ കേൾക്കുക എന്നുള്ളതാണ്.
ആ ശബ്ദമില്ലാത്തവരെ ശ്രദ്ധിച്ച ഏറ്റവും വലിയ ഒരു എക്സ്പീരിയൻസാണ് കേരളം ഈ 64,000 അതിദരിദ്രരെ കണ്ടെത്തിയതും അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടാവുന്നതും. അതെനിക്ക് പറയാതെ നിർവാഹമില്ല. കാരണം അവർക്ക് ആധാർ കാർഡില്ല, അവർക്ക് റേഷൻ കാർഡില്ല. അതില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. അതെല്ലാം എടുത്തു കൊടുത്ത പ്രക്രിയ നടന്നത് അതിലൂടെയാണ്. എന്ന് വെച്ചാൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകുക. ഇത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ഇതാണ് ഏറ്റവും നന്നായി ഗാന്ധി പറഞ്ഞത്. വികസനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട മുഖം ആ പ്രദേശത്തെ ഏറ്റവും ദരിദ്രൻ്റെ മുഖമായിരിക്കണം. അപ്പോൾ സമീപനത്തിൽ ഒന്നേ ഞാൻ പറഞ്ഞോളൂ. ഒന്ന് ജനാധിപത്യം, രണ്ട് ഉത്തരവാദിത്വം. ശരിക്ക് ഈ എന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളോട് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ ജനങ്ങൾക്ക് ഞാൻ തിരഞ്ഞെടുത്തത് ആരെയാണോ അദ്ദേഹത്തിന് വേണ്ട പിന്തുണ കൊടുക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വവും അതിനകത്തുണ്ട്. 3, ട്രാൻസ്പെറൻസി. ഒരു മെമ്പറിന് ഒന്നും ആളുകളിൽ നിന്ന് ഒളിച്ചു വയ്ക്കാനില്ല. ഒരു കടയിലെ പലഹാര ഭരണിയിൽ പലഹാരം ഇരിക്കുന്നത് പോലെ മെമ്പർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമായിരിക്കണം. അങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്താ? പരസ്പര വിശ്വാസം ഉണ്ടാവും. ഈ മെമ്പർ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും, ഞങ്ങൾ കൊടുക്കുന്ന പണമായാലും പഞ്ചായത്തിൻ്റെ പണമായാലും അദ്ദേഹം വളരെ സുതാര്യതയോടുകൂടി ഉപയോഗിക്കുന്നു. അദ്ദേഹത്തിനൊന്നും ഒളിച്ചു വയ്ക്കാനില്ല. അദ്ദേഹം ഒരു ആടിനെ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ മാനദണ്ഡപ്രകാരമായിരിക്കും കൊടുക്കുക. ഈ സുതാര്യത ഇത്രയേ അതിനകത്ത് പറയാനുള്ളൂ. ഈ 2 കാര്യമുണ്ട്. ഓക്കെ, ഒരു പ്രധാന കാര്യം, ഒരു വാർഡിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് വ്യക്തിപരമാകാം അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റേതാകാം. അത്തരം പ്രശ്നങ്ങൾ ഔപചാരികമായി അവതരിപ്പിക്കേണ്ട ഇടം അതൊന്ന് വിശദീകരിക്കുക. ഔപചാരികമായി ആദ്യം അവതരിപ്പിക്കേണ്ട ഇടം വാർഡ് സഭ, ഗ്രാമസഭ തന്നെയാണ്. ഈ ഞാൻ പറഞ്ഞ അയൽസഭയൊക്കെ ഒരു അനൗപചാരിക ചർച്ച തന്നെയാണ് നടക്കുന്നത്. ഒരു സർക്കുലറിലൂടെയാണ് സർക്കാർ അത് വ്യവസ്ഥാപിതമാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെയെല്ലാം ചർച്ച ചെയ്ത കാര്യങ്ങൾ അവസാനം ആ പ്രശ്നം അവതരിപ്പിക്കേണ്ടത് ഗ്രാമസഭയിലാണ്. ഒരു വർഷം 4 ഗ്രാമസഭയാണ് നിയമപ്രകാരം കൂടേണ്ടത്. 3 മാസത്തിൽ ഒരിക്കൽ ഒരു ഗ്രാമസഭ. എന്നാൽ ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ പ്രസിഡൻറ്റുമായി ആലോചിച്ച് 15 ദിവസത്തിനുള്ളിൽ ഗ്രാമസഭ വിളിക്കണമെന്നാണ് നിയമം. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക ഗ്രാമസഭ വിളിക്കണം. മത്സ്യ മേഖലയിൽ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി, അതിൽ തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേക ഒരു ഗ്രാമസഭ വിളിക്കണം. ഈ ഗ്രാമസഭയൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ 3 മാസത്തിൽ ഒരിക്കൽ കൂടുന്ന ഗ്രാമസഭയ്ക്ക് മുമ്പായിരിക്കണം. പ്രത്യേകിച്ചും ആദ്യത്തെ ഗ്രാമസഭ എന്ന് പറയുന്നത് ആസൂത്രണ ഗ്രാമസഭയാണ്. അതിൽ ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ആ ഗ്രാമസഭ നേരത്തെ നടക്കണം. ക്ലിയർ? ഓക്കെ. യെസ്. ഈ പ്രാദേശികമായി പൗരന്മാരുടെ പ്രശ്നങ്ങൾ കുടിവെള്ളമാകാം, തൊഴിലാകാം, ആരോഗ്യ പ്രശ്നങ്ങളാവാം. അവയിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ വാർഡ് മെമ്പർ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഞാൻ ആദ്യത്തെ ചോദ്യത്തിനോട് പ്രതികരിച്ച പോലെ ഇങ്ങനെ വാർഡ് സഭയിൽ വന്ന പ്രശ്നങ്ങൾ, വാർഡ് സഭയിൽ ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പഞ്ചായത്ത് നിശ്ചയിച്ച കോർഡിനേറ്റർ മിനിറ്റ്സ് ബുക്കിൽ എഴുതുന്നതിലൂടെ ആവാം. പക്ഷെ ഒരു മുഖ്യ പ്രശ്നമാണെങ്കിൽ ഈ വാർഡ് സഭയിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ഒരു പ്രമേയമായി അവതരിപ്പിക്കണം. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കാനുണ്ടെന്ന് മുൻകൂട്ടി വാർഡ് മെമ്പറോട് പറയുകയും വേണം. ഇങ്ങനെ അവതരിപ്പിക്കുന്ന പ്രമേയങ്ങൾ വേണ്ടത്ര ഗൗരവത്തോടെ തന്നെ മെമ്പർ പഞ്ചായത്ത് ഭരണസമിതിയിൽ അവതരിപ്പിക്കണം. പ്രത്യേകിച്ച് അതിനു മുമ്പ് തന്നെ സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും സംസാരിക്കണം. പഞ്ചായത്ത് ഭരണസമിതിയിൽ അത് അജണ്ടയാക്കണം. അത് മുൻകൂട്ടി അജണ്ട തയ്യാറാക്കി കൊടുത്താൽ മാത്രമാണ് പഞ്ചായത്ത് ഭരണസമിതിക്ക് ആ അജണ്ട ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. നേരിട്ട് ഭരണസമിതിയിൽ പറഞ്ഞാൽ പോരാ. ഗുണഭോക്താക്കളെ വാർഡ് മെമ്പർ നേരിട്ട് കണ്ടെത്താൻ കഴിയുമോ? അതൊരു പ്രധാന കാര്യമാണ്, ഞങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഈ വികേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ സാധ്യതകൾ നമ്മുടെ ജനങ്ങൾ ഭൂരിപക്ഷവും ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ സത്യത്തിൽ വാർഡ് മെമ്പറിനോ ഭരണസമിതിക്കോ ഒരു റോളുമില്ല. എനിക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞ് ഒരു ഭരണസമിതി അംഗത്തിൻ്റെ
വീട്ടിലോ പോകേണ്ടതില്ല. പിന്നെ എപ്പോഴാണ് ഞങ്ങൾക്ക് ഇന്നത് വേണം, ഞങ്ങൾക്ക് 10 പശുവിനെ വേണം, ഞങ്ങൾക്ക് 5 വീട് വേണമെന്ന് നമ്മൾ ആദ്യം ആവശ്യപ്പെടുന്നത് വാർഡ് സഭയിലാണ് അല്ലെങ്കിൽ ഗ്രാമസഭയിലാണ്. അവിടെ നിന്ന് വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ച് കഴിയുമ്പോൾ അത് 300 വീട് ആവശ്യമുള്ളവരാണ് ആ പഞ്ചായത്തിലുണ്ട് എന്നിരിക്കട്ടെ. പഞ്ചായത്തിന് ആ വർഷം അത്രയും വീട് കൊടുക്കാൻ പണമില്ലെങ്കിൽ പഞ്ചായത്ത് തീരുമാനിക്കും ഈ വർഷം 100 വീടാണ് കൊടുക്കേണ്ടത്. അങ്ങനെ 300 പേർക്കും കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നിർബന്ധമായും പഞ്ചായത്ത് ആ വീട് ആർക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളതിന് ഒരു അർഹതാ മാനദണ്ഡം ആദ്യം ഉണ്ടാക്കണം. അർഹതാ മാനദണ്ഡം കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് മുൻഗണനാ മാനദണ്ഡമാണ്. എന്താണ് അർഹതാ മാനദണ്ഡം? ഈ ആദ്യ 100 വീട് കൊടുക്കുന്നത് ഞങ്ങൾ വിധവകൾക്കായിരിക്കും. പ്രയോറിറ്റി വിധവകൾ. അതാണ് അർഹതാ മാനദണ്ഡം എന്ന് പറയുന്നത്. ഇത് വർക്കിംഗ് ഗ്രൂപ്പ് മിനിറ്റ്സ് ആക്കണം, പഞ്ചായത്ത് ഭരണസമിതി ചർച്ച ചെയ്ത് മിനിറ്റ്സ് ആക്കണം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പശുവിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വീടിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ താഴേക്ക് പോകുമ്പോൾ ഒരു പ്രോസ്പെക്ടസ് പോലെ ഒരു മെറ്റീരിയൽ കൊടുക്കും അപേക്ഷാ ഫോറത്തോടൊപ്പം. അതിനകത്ത് ഈ അർഹതാ മാനദണ്ഡം ആദ്യം എഴുതുകയും, അർഹതാ മാനദണ്ഡം വേണമെങ്കിൽ ഒരെണ്ണോടെ എഴുതാം. വിധവ എന്ന് പറയുന്നു, അത് 60 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ള വിധവകൾക്കാണെങ്കിൽ വേറൊരു മാനദണ്ഡമായി. പിന്നെ മുൻഗണന എന്ന് പറയുന്നത് വിധവയായിരിക്കും, അവർക്ക് 2000 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്, അവരുടെ വീട്ടിൽ കാറുണ്ട്, അവരുടെ 2 മക്കൾക്ക് ജോലിയുണ്ട്, അവർക്കല്ല കൊടുക്കേണ്ടത്. ആർക്ക് കൊടുക്കണം? ഏറ്റവും ദുർബലനായ, ഏറ്റവും സഹായത്തിന് അർഹരായ ആളുകൾക്കാണ് കൊടുക്കേണ്ടതെങ്കിൽ ഒരു കാരണവശാലും ഇത് സാമ്പത്തിക ശേഷിയിൽ മുകളിൽ നിൽക്കുന്ന ആളുകൾക്ക് കിട്ടാതിരിക്കാനുള്ള എല്ലാ മുൻഗണനാ മാനദണ്ഡങ്ങളും എഴുതി വയ്ക്കും. ഇത് അച്ചടിച്ച് അപേക്ഷയോടൊപ്പം അർഹതയുള്ള എല്ലാ വീട്ടിലും കൊടുക്കണം. എല്ലാ വീട്ടിലും കൊടുക്കണ്ട. നാം ആദ്യം അർഹത എഴുതി വെച്ച ആർക്കൊക്കെയാണോ അവരുടെ എല്ലാം വീട്ടിൽ അപേക്ഷാ ഫോറം മെമ്പർ വഴിയോ വാർഡ് വികസന സമിതി വഴിയോ വീടുകളിലെത്തിക്കും. വീടുകളിലെത്തിക്കുന്ന വാർഡ് ഇവിടെയൊക്കെയാണ് സന്നദ്ധ പ്രവർത്തകരുടെ റോൾ. ഈ അപേക്ഷ ഫോറം പൂരിപ്പിക്കാൻ നമുക്ക് അയൽവക്കക്കാർക്കോ സന്നദ്ധ പ്രവർത്തകർക്കോ സഹായിക്കാം. ഈ അപേക്ഷ പൂരിപ്പിച്ച് സമയത്തിനുള്ളിൽ ഇത് അവർ തന്നെ പോകണമെന്നില്ല. ഓരോ അപേക്ഷകനും നേരിട്ട് പഞ്ചായത്ത് ഓഫീസിൽ കൊടുക്കണ്ട. ഇതെല്ലാം കളക്ട് ചെയ്ത് വാർഡ് മെമ്പറുടെ അടുത്ത് കൊടുക്കാം. അത് എത്ര എണ്ണം കിട്ടിയെന്ന് വാർഡ് മെമ്പർ ലിസ്റ്റ് ചെയ്യാം. ഇങ്ങനെ വരുന്ന അപേക്ഷാ ഫോറങ്ങൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, പഞ്ചായത്തിൽ 13 വർക്കിംഗ് ഗ്രൂപ്പുണ്ട്. അതാത് വർക്കിംഗ് ഗ്രൂപ്പുകൾ, ഇപ്പോൾ പശുവിൻ്റെ മൃഗസംരക്ഷണത്തിലെ വർക്കിംഗ് ഗ്രൂപ്പ് ഇരുന്നിട്ട് ഈ അർഹതയും മാനദണ്ഡവും പരിശോധിച്ചതിന് മാർക്കിടും. ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, ഈ മുൻഗണനാ മാനദണ്ഡം എഴുതി വയ്ക്കുമ്പോൾ അതിനകത്ത് എഴുതി വയ്ക്കുന്ന ഓരോ കാര്യത്തിനും 10 മാർക്കുണ്ടാവും. അങ്ങനെ 10 പോയിൻ്റ് ഉണ്ടെങ്കിൽ 10 മാർക്കാണ്. ഇത് ഈ ദുർബലമായ ആളെ കണ്ടടിക്കാനായിരിക്കും മാർക്കിടുന്നത്. അപ്പോൾ എന്ത് പറ്റും? ചാണകം മെഴിയ വീട് 10 മാർക്ക്, മക്കളാരും തൊഴിൽ ചെയ്യുന്നില്ല 10 മാർക്ക്. അങ്ങനെ ഇടുന്ന മാർക്ക് കൂട്ടും. അപ്പോൾ ചിലർക്ക് 85 കിട്ടും, ചിലർക്ക് 84 കിട്ടും, ചിലർക്ക് 75 കിട്ടും. ഇങ്ങനെ കിട്ടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് ഒരു മുൻഗണനാ ലിസ്റ്റ് ഉണ്ടാക്കും. ഈ മുൻഗണനാ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്നാണ് പറയണത്. സർക്കാർ സ്ഥാപനങ്ങളുടെ നോട്ടീസ് ബോർഡിൽ പഞ്ചായത്തിൻ്റെ ഇത് പ്രസിദ്ധീകരിക്കും. അതിനുശേഷം നടക്കുന്ന രണ്ടാമത്തെ ഗുണഭോക്തൃ ഗ്രാമസഭയിൽ, അതിനിടയിൽ ആളുകളുടെ പരാതികൾ വരും, പരാതികൾ വരും. ആ ഗുണഭോക്തൃ ഗ്രാമസഭയിൽ ആ വാർഡിൽ നിന്ന് ലഭിച്ച എല്ലാ അപേക്ഷാ ഫോറവും അവിടെ ചെല്ലും. ആ വാർഡിലെ മുൻഗണനാ ലിസ്റ്റും അവിടെ ചെല്ലും. ചെന്ന് കഴിഞ്ഞാൽ ആ വാർഡിലെ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ടൊരു ഗ്രൂപ്പുണ്ട്. നമ്മുടെ ഈ ഗ്രാമസഭ എന്ന് പറയുന്നത് തന്നെ ഇതേപോലെ ഇരുന്നിട്ട് പൊതുവായി കാര്യങ്ങൾ പറയുകയും മറുപടി സ്വീകരിക്കുകയല്ല. അവിടെ ആ വാർഡിൻ്റെ സൗകര്യപ്രദമായ രീതിയിൽ ഗ്രൂപ്പ് തിരിക്കണം. കൃഷിക്കൊരു ഗ്രൂപ്പ്, മൃഗസംരക്ഷണത്തിനൊരു ഗ്രൂപ്പ്, അത് ചിലപ്പോൾ 4-5 പേര് മതി. അതിൽ മൃഗസംരക്ഷകർ ഇരുന്നു കൊണ്ട് അവിടെ അപേക്ഷ കൊടുക്കുന്ന ആളും വരണം. ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഈ ലിസ്റ്റ് പരിശോധിക്കും. അപ്പോഴാണ് ഒരപേക്ഷ വന്നിരിക്കുന്നു, അവർ വിധവയല്ല, ആ അപേക്ഷ അവിടെ മാറ്റിവെക്കും. മുൻഗണന ഹൈഡ് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റും. എന്നിട്ട് ആ ഗ്രൂപ്പ് ഒരു മുൻഗണനാ ലിസ്റ്റ് ഉണ്ടാക്കും. ആ മുൻഗണനാ ലിസ്റ്റ്
എല്ലാവരും കൂടിയിരിക്കുന്ന ഗ്രാമസഭയിൽ അവതരിപ്പിക്കും. എന്നുവെച്ചാൽ ഗ്രാമസഭ അവസാനിക്കുമ്പോൾ എല്ലാ ഗ്രൂപ്പിലെ ആളുകളും വന്നിരിക്കുമ്പോൾ അതിൽ അവതരിപ്പിക്കും. ആ അവതരിപ്പിക്കുമ്പോൾ അത് പൊതുചർച്ചയ്ക്ക് ഇടവരും. ചിലപ്പോൾ അവരുടെ തിരുത്ത് ശരിയായിരിക്കില്ല. എന്നിട്ടൊരു മുൻഗണനാ ലിസ്റ്റ് തീരുമാനിക്കും. ആ തീരുമാനിക്കുന്നത് പഞ്ചായത്ത് നിശ്ചയിച്ച കോർഡിനേറ്റർ മിനിറ്റ്സിലാക്കും. അതുവരെ തീരുമാനിച്ച എല്ലാ കാര്യങ്ങളും ഈ കോർഡിനേറ്റർ ഗ്രാമസഭ അവസാനിപ്പിക്കുമ്പോൾ വായിക്കണം, പൊതുവായി വായിക്കണം. വായിച്ചു കഴിഞ്ഞ് അവിടെ പങ്കെടുത്ത പ്രസിഡൻറ്റോ മെമ്പർ ഉദ്യോഗസ്ഥൻ കൂടാതെ ആ ഗ്രാമസഭയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 5 വോട്ടർമാർ ഒപ്പിടണം. അത് മിനിറ്റ്സ് അവിടെ വെച്ച് ക്ലോസായി. എന്നിട്ടാണ് ഇത് അടുത്ത പ്രവൃത്തി ദിവസം ഈ മിനിറ്റ്സ്, ഇതിൻ്റെ ഫോട്ടോ, പ്രമേയങ്ങൾ എല്ലാം ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ സെക്രട്ടറിയെ ഏൽപ്പിക്കണം. സെക്രട്ടറിയാണ് കസ്റ്റോഡിയൻ. ഏതാണ്ടായി. ഏകദേശം. അപ്പോൾ സാർ ചുരുക്കി പറഞ്ഞത് എനിക്ക് തോന്നുന്നത് പ്രയോറിറ്റി എന്ന് പറയുന്ന അരിപ്പയിലൂടെ സുതാര്യമായി കടത്തിവിട്ടാൽ അനർഹർ കടന്നു വരില്ല. നമ്മൾ ജനങ്ങൾ കാവലാളരായിട്ടിരിക്കുക. സർക്കാർ സ്കൂളുകളുടെ പഠന മികവ് ഉയർത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? വിദ്യാഭ്യാസ വകുപ്പാണോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ ഈ 73-74 ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് കേരള സർക്കാർ പാസ്സാക്കിയ കേരള പഞ്ചായത്ത് രാജ് ആക്റ്റും കേരള മുനിസിപ്പൽ ആക്റ്റും അനുസരിച്ച് നമ്മുടെ 7ാം ക്ലാസ് വരെയുള്ള സർക്കാർ വിദ്യാലയങ്ങൾ പഞ്ചായത്തിൻ്റെ ഒരു ഘടക സ്ഥാപനമാണ്. അതേസമയം ഹൈസ്കൂൾ കൂടി ഉൾപ്പെട്ട ഒരു ഗ്രൗണ്ടിലാണെങ്കിൽ, ഒരു കോമ്പൗണ്ടിലാണെങ്കിൽ അതിപ്പോൾ ജില്ലാ പഞ്ചായത്താണ് വഹിക്കുന്നത്. നഗരസഭയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കം നഗരസഭയാണ് അതിൻ്റെ ചുമതല. പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ പഞ്ചായത്തിന് വിട്ടുകൊടുത്തിട്ടുള്ള എല്ലാ ഘടക സ്ഥാപനങ്ങളും ചേരുന്നതാണ് പഞ്ചായത്ത്. കൃഷിഭവൻ, വെറ്റിനറി, വ്യവസായം, എല്ലാം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഘടക സ്ഥാപനങ്ങൾ. അപ്പോൾ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ഈ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്നതാണ് പഞ്ചായത്ത്. അത് ഭരണസമിതി അംഗങ്ങളും ജനങ്ങളും അങ്ങനെ തന്നെയാണ് കാണാൻ പഠിക്കേണ്ടത്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ധനവും മറ്റ് സൗകര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളും കൊടുക്കുന്നത് നിലവിൽ പഞ്ചായത്താണ്. അല്ലാതെ മറ്റു വകുപ്പുകളുടെ ഫണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടും എല്ലാം വരാറുണ്ട്. ഇനി ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. ശരിക്കും ഈ വകുപ്പുകളെല്ലാം ഒരു ഇരട്ട നിയന്ത്രണത്തിലാണ്. ഒന്ന് അതാത് വകുപ്പിൻ്റെ നിയന്ത്രണത്തിലും മറ്റൊന്ന് പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലും. ഒരു പരിധി വരെ ഡിസിപ്ലിനറി ആക്ഷൻ വരെ എടുക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റിന് അധികാരമുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ എന്നുവെച്ചാൽ കേരളം മുഴുവൻ വിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ വലിയ തോതിൽ മെച്ചപ്പെട്ട് കഴിഞ്ഞു. വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഒരു മികവാർന്ന വിദ്യാഭ്യാസം നേടാൻ ഇനിയും നമ്മൾ ഒട്ടേറെ സഞ്ചരിക്കേണ്ടതുണ്ട്. നിങ്ങൾ എനിക്ക് മുമ്പുള്ള 2 അവതരണത്തിലും അവതരിപ്പിച്ച കാര്യങ്ങളടക്കം ആ മൂല്യങ്ങൾ കുട്ടികൾ നേരിടേണ്ടത് വിദ്യാലയത്തിൽ നിന്നാണ്. നിർഭാഗ്യവശാൽ അത് സംഭവിക്കുന്നില്ല. അപ്പോൾ മയക്കുമരുന്നിൻ്റെ ഉപയോഗമടക്കം, ഒക്ടോബർ 2 പ്രാധാന്യമടക്കം ഞാനൊരു ദിവസം പറയുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഈ രാഷ്ട്രത്തെ ചേർത്ത് നിർത്തുന്ന എല്ലാ ഘടകങ്ങളും എല്ലാ മൂല്യങ്ങളും കുട്ടികൾ പഠിക്കേണ്ടത് വിദ്യാലയത്തിൽ നിന്നാണ്. പക്ഷേ ഇത് മുഴുവൻ ആർജിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയുന്നില്ല. മിക്കവാറും മാർക്കാണ് മികവ് നിശ്ചയിക്കുന്നത്. അതിലപ്പുറം മാലിന്യ പരിപാലനം, അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കി പെരുമാറാൻ കുട്ടികൾക്കോ അധ്യാപകർക്കോ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണ് കഴിയാത്തത്? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ മികവിൻ്റെ കാര്യത്തിൽ കൂട്ടിച്ചേർക്കുന്നത്. സാഹിത്യവാസനകൾ, കലാവാസനകൾ, ഇതെല്ലാം കുട്ടികൾക്ക് ഉണ്ടാവേണ്ടതാണ്. അല്ലാതെ ഫിസിക്സിലെയോ കെമിസ്ട്രിയിലോ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രമല്ല. അത്തരം കാര്യങ്ങളിൽ പഞ്ചായത്തിന് ഇടപെടാൻ കഴിയും. മറ്റൊന്ന്,
നമ്മുടെ സർക്കാർ സ്കൂളിൽ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ പഠനത്തിൽ വളരെ പിന്നോക്കമാണ് ഇപ്പോഴും. ഒന്ന്, അവരുടെ പഠനാന്തരീക്ഷം അത്ര മികച്ചതല്ല. ആ പഠനാന്തരീക്ഷത്തിൻ്റെ കുറവുകൾ പരിഹരിക്കാൻ പ്രത്യേക ഇടപെടൽ പഞ്ചായത്ത് നടത്തേണ്ടതുണ്ട്. പഞ്ചായത്തിന് സ്റ്റാറ്റ്യൂട്ടറി പോലെയുള്ള ഒരു സംഭവമാണ് പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി. ഇത് തന്നെ വാർഡ് എഡ്യൂക്കേഷൻ കമ്മിറ്റി വേണം, നിർബന്ധമായും അത് രൂപീകരിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു വാർഡ് എഡ്യൂക്കേഷൻ കമ്മിറ്റിക്ക് ഒരു വാർഡിൽ ഇങ്ങനെ പിന്നോക്കം നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഉന്നതിയിലോ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തോ ഇടപെടാം. അതിന് ശരിക്കും BRCയിലൊരു പ്രോജക്റ്റ് ഉണ്ട്. അത് പ്രതിഭാ കേന്ദ്രം എന്നാണ് അതിന് പറയുന്നത്. എന്ന് വെച്ചാൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അഡീഷണൽ ഒരു പിന്തുണ കൊടുത്ത്, ഒരു കൈത്താങ്ങ് കൊടുത്ത് അവരെ മറ്റുള്ളവരുടെ കുട്ടികൾക്കൊപ്പം കൊണ്ടുവരിക എന്നുള്ളതാണ്. അത്തരമുള്ള ഒട്ടേറെ കാര്യങ്ങളിൽ പഞ്ചായത്തിന് ഇടപെടാൻ കഴിയും. അതിപ്പോൾ ഭിന്നശേഷിക്കാരായ ഒരു കുട്ടിക്ക് ഒരു ചെവി കേൾക്കുന്നതിന് അല്പം കുറവുണ്ടെങ്കിൽ ആ വിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ തന്നെ ഹിയറിംഗ് എയ്ഡ് കൊടുക്കേണ്ടത് അപ്പോഴാണ്. അങ്ങനെ വിവിധ രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയും. സാർ, ഈ ജീവിതശൈലി രോഗങ്ങൾ അതിപ്പോൾ ഏറ്റവും കൂടുതൽ വ്യാപകമാണ്. മാനസികപരമായ ഒരു ആരോഗ്യം, ഇവിടെയൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ഇടപെടേണ്ടത്? അവിടെ ഒരു മെമ്പർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? പൊതുവെ എൻ്റെ ഉത്തരങ്ങൾക്ക് അല്പം വേഗത കൂടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണത് ഫീൽ ചെയ്യണതെന്ന് എനിക്കറിയില്ല. ജീവിതശൈലി രോഗങ്ങൾ വ്യാപകമാവുകയാണ്. ഏതാണ്ട് 5-1 നിങ്ങളിവിടെ ഫ്ലാസ്കിലാണ് വിത്തൗട്ട് കൊണ്ടുവന്നത് തോന്നണം എനിക്ക്. ഇപ്പം 100 ചായ കൊണ്ടുവന്നാൽ ഉറപ്പായിട്ടും ഒരു 25 ചായയെങ്കിലും വിത്തൗട്ട് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയിലേക്കായി. അതിൽ ഷുഗർ എടുത്ത് പറഞ്ഞാൽ ഷുഗർ വലിയ അപകടകാരിയായ രോഗമല്ല. പക്ഷെ നമ്മുടെ ആളുകളുടെ കയ്യിലിരിപ്പ് കൊണ്ടും ജാഗ്രതാക്കുറവ് കൊണ്ടും അകാലത്തിൽ കാഴ്ച നഷ്ടപ്പെടുകയും കാല് മുറിച്ച് കളയേണ്ടി വരികയും അറ്റാക്ക് വരികയും ലിവർ അടിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്ന നിത്യസംഭവമാണ്. ഞാൻ ഈ ഇടയിൽ ആലുവ നഗരസഭയിൽ ഒരു ഇടപെടൽ ഒരു വാർഡിൽ നടത്തിയപ്പോൾ 300 കുടുംബങ്ങളുള്ളതിൽ 300 അംഗങ്ങളിൽ 162 പേര് ജീവിതശൈലി രോഗികളാണ്, പകുതിയായി. ഞാൻ ഇടപെടുന്നത് എങ്ങനെയാണെന്നാണ് ഇനി പറയുന്നത്. ഒന്ന്, ആശാ വർക്കറെ സമീപിച്ചാൽ ജീവിതശൈലി രോഗികളുടെ കൃത്യമായ എണ്ണം കിട്ടും, പ്രഷർ എല്ലാം കിട്ടും അതിനകത്ത്. അങ്ങനെ ഒരു ലിസ്റ്റ് എടുത്തിട്ട് നമ്മൾ പിന്നൊരു അന്വേഷണം നടത്തേണ്ടത് ഇതിൽ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കുന്നവർ എത്രയുണ്ട്, മരുന്ന് വാങ്ങുന്നവരിൽ വ്യത്യസ്ത ചികിത്സ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അലോപ്പതി, ആയുർവേദം, ഹോമിയോ, ഇതൊന്നും അല്ലാത്ത പൊതി, പേരയുടെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക, ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ കണ്ടിരിക്കുന്നതാണ്. ഓരോ ഫേസ്ബുക്കിൽ കാണുന്ന ഓരോ കാര്യങ്ങളും എടുത്ത് പ്രയോഗിച്ച് കുറയ്ക്കാൻ നോക്കും. ഇത് ഇങ്ങനെ ഒരാളുടെ കാല് മുറിക്കേണ്ടി വന്നാൽ, കാഴ്ച നഷ്ടപ്പെട്ടാൽ പിന്നെ ആർക്കാ ഭാരം? ആദ്യം ഭാരം ആ കുടുംബത്തിനാണ്. നിങ്ങൾ ആശുപത്രിയിൽ ചെന്നാൽ കാണാം, മിക്കവാറും ഈ വനിതകളുടെ ഭാര്യമാരുടെ ഒരു പണിയാണ് ഈ കൈ പിടിച്ച് ഇദ്ദേഹത്തിനെ കൊണ്ടുപോവുക. അദ്ദേഹത്തിൻ്റെ ദേഷ്യത്തിന് യാതൊരു കുറവുമില്ല കേട്ടോ, കാഴ്ചയില്ലെങ്കിലും ദേഷ്യത്തിന് യാതൊരു കുറവുമില്ല, കൂടുള്ളൂ. ഇതിന് വരുന്ന ചികിത്സാ ചെലവ്, അകാലത്തിലുണ്ടാകുന്ന മരണം, അത് കുടുംബത്തിനുണ്ടാക്കുന്ന വരുമാന നഷ്ടം, ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നമാണ്. ഈ സാമൂഹ്യ പ്രശ്നത്തിൽ പഞ്ചായത്ത് ഇടപെടാൻ ധാരാളം സാധ്യതകളുണ്ട്. അതിലൊന്നാണ് ഞാൻ പറഞ്ഞ് ഇങ്ങനെ കൂടുക, എന്നിട്ട് 10 ഒരു വീട്ടുകാർക്ക് ഒരു ഹെൽത്ത് വാളണ്ടിയറെ കണ്ടെത്തി അവർ വഴി വരെ മോണിറ്റർ ചെയ്യാം. നിങ്ങളുടെ ഈ പറവൂരിൽ ഈ LPGSൽ കഴിഞ്ഞ ദിവസമാണ് കേരള ശാസ്ത്രായത്തെ കുറിച്ച് നടത്തിയ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും പങ്കെടുത്തോ എന്ന് എനിക്കറിയില്ല. അതിനകത്ത് 1 ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചൊരു 10-40 മിനിറ്റ് ക്ലാസ്, 2 ഫുഡ് പ്ലേറ്റ് പരിചയപ്പെടുത്തുക. നിങ്ങളുടെ ആഹാരം എങ്ങനെയാവണം, ആഹാരത്തിൽ എന്തൊക്കെയാകാം, ആരോഗ്യപരമായ ജീവിതത്തിന് ആഹാരം എങ്ങനെയാവണമെന്ന് പരിചയപ്പെടുത്തുക. അതുപോലെ തന്നെ വ്യായാമം. ജീവിതശൈലി രോഗികൾ എന്നല്ല മാത്രമല്ല എല്ലാ മനുഷ്യരും ഇത് പാലിക്കേണ്ടതാണ്. കാരണം ഒരു 50 വർഷം മുമ്പുള്ള കേരളമല്ല ഇന്ന്. അന്ന് ദാരിദ്ര്യം കൊണ്ടും ആഹാരം കഴിക്കാത്തതുകൊണ്ടുമാണ് രോഗമുണ്ടായതെങ്കിൽ ഇന്ന് സംഭവിക്കുന്നത് അമിത ആഹാരം കഴിക്കുന്നത് കൊണ്ടാണ്, അമിത വണ്ണം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്.
ഇപ്പോൾ അത് പല സ്ഥലത്തും അത് വ്യാപിക്കുന്നുണ്ട്. ഈ പ്രോജക്റ്റ് അങ്ങനെ തന്നെ പഞ്ചായത്തുകൾക്ക് ഏറ്റെടുക്കാം. അത് ഒരു വാർഡ് മെമ്പറിന് താല്പര്യമുണ്ടെങ്കിൽ ആ വാർഡിൽ മാത്രം നടപ്പാക്കാൻ ഗ്രാമസഭ വഴി ആവശ്യപ്പെട്ട് ഞാൻ ആദ്യം പറഞ്ഞ പ്രോസസ്സ് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ വർഷം ആലുവ നഗരസഭ 4 വാർഡിൽ ചെയ്യാനായിട്ട് ഒരു പ്രോജക്റ്റ് എടുത്തിരുന്നു. ഇത് ഇപ്പം നമ്മുടെ മുമ്പിലിരിക്കുന്നതും കൂടുതൽ വയോജനങ്ങളാണ്. ഞാനും വയോജനമാണ്. വയോജനങ്ങളുടെ വിഷയങ്ങൾ ഏറെ പെരുകി വരികയാണ്. ഇവിടെയൊക്കെ പഞ്ചായത്തുകൾക്ക് മുനിസിപ്പാലിറ്റികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്താണ് അതിനൊരു മറ്റു മാർഗങ്ങൾ? എന്നെ കണ്ടാലും ഒരു വയോജനാണെന്ന് തോന്നണല്ലേ? തോന്നണില്ല? എൻ്റെ അമ്മ 96 വയസ്സായി. കോടനാടാ. ഞാൻ അവിടെയല്ല. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിച്ച് നടക്കുമ്പോഴും അമ്മയ്ക്ക് വലിയ ആഗ്രഹമുണ്ട് എന്നെ കാണണമെന്നും ഞാൻ അടുത്തുണ്ടാകണമെന്നും. എന്നെക്കൊണ്ട് ഇനി അത് കഴിയില്ല. കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, വയോജനങ്ങളുടെ പ്രശ്നം ഒരു സാമൂഹ്യ പ്രശ്നമാണ്, അതൊരു വീടിൻ്റെ പ്രശ്നമല്ല. കാരണം നമ്മുടെ പല കുടുംബങ്ങളിലും മക്കൾ വിദേശത്താണ്. അവർ ജോലിക്ക് പോകാതെ ഇവരെ ശ്രദ്ധിക്കണമെന്നുള്ളതല്ല വേണ്ടത്, അതല്ല. അതൊരു സാമൂഹ്യ പ്രശ്നം എന്ന നിലയ്ക്ക് ആ സമൂഹം ഏറ്റെടുക്കണം. ഇപ്പോൾ പാലിയേറ്റീവ് കെയർ തുടങ്ങിയ ചില നല്ല പ്രസ്ഥാനങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആശാവർക്കർമാർ. പക്ഷെ അത് മാത്രം പോരാ. പ്രായമായ ആളുകൾ അനുഭവിക്കുന്ന മുഖ്യമായ പ്രശ്നം ഒറ്റപ്പെടലാണ്. 2 അവഗണനയാണ്. 3 അവർക്ക് ഇഷ്ടമുള്ള ആഹാരം കിട്ടാതെ വരുന്നു എന്നുള്ളതാണ്. 4 ശാരീരിക പ്രശ്നങ്ങളാണ്. കണ്ണിന് കാഴ്ചയില്ല, പല്ലുപോയി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിലെല്ലാം മക്കൾക്ക് മാത്രം ഇടപെടാൻ കഴിയില്ല എന്ന സത്യം ബോധ്യപ്പെട്ടുകൊണ്ട് ഒരു വാർഡ് മെമ്പർ ഇങ്ങനെയുള്ള വയോ ക്ലബ്ബ് എന്ന് അതിന് പറയുക, ആ ഗ്രൂപ്പ് ഉണ്ടാക്കുക. അപ്പോൾ ഈ 60 വയസ്സിന് മുമ്പുള്ള സ്വഭാവം അല്ല 60 വയസ്സ് കഴിഞ്ഞിട്ട്. 60 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ സേവന മനസ്ഥിതിയൊക്കെ അല്പം കൂടും. 70-75 ആകുമ്പോഴായിരിക്കും ഞാൻ ഈ പറയുന്ന ഒറ്റപ്പെടലും കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യമായി വരിക. ഇതൊരു പരസ്പര സഹായ സംഘമായി വളരണം. അല്ലാതെ യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തകരോ പരിശുദ്ധ പ്രവർത്തകരോ ഓരോ വയോജന ക്ലബ്ബ് ഏറ്റെടുക്കണമെന്നല്ല. ആ പ്രദേശത്ത് അതാണ് ഈ മെമ്പർ ആദ്യം നടത്തേണ്ട പഠനത്തിൽ വരേണ്ടതൊക്കെ അതാണ്. അപ്പോൾ ഒരു അയൽസഭ, ആ അയൽസഭയിൽ 27 വയോജനങ്ങളുണ്ട്, ഇത്ര ഭിന്നശേഷിക്കാരുണ്ട്. ആ വയോജനങ്ങളിൽ 7 കിടപ്പ് രോഗികളാണ്, 3 പേർ ഒറ്റപ്പെടലാണ്, 3 പേർക്ക് ഭക്ഷണം സമയത്തിന് കിട്ടാത്ത അവസ്ഥയുണ്ട്. ഇതിനെല്ലാം പ്രോജക്റ്റ് വയ്ക്കാം പഞ്ചായത്തിന്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. വയോജനങ്ങൾക്ക് വേണ്ടി സർക്കാർ മാർഗനിർദ്ദേശപ്രകാരം 5% ഫണ്ട് മാറ്റിവെക്കണം. അത് സ്റ്റാറ്റ്യൂട്ടറിയാണ്. പക്ഷേ ആ 5% ഫണ്ട് ഇന്ന് പലയിടത്തും ഉപയോഗിക്കുന്നത് സർക്കാർ ഒരു മാർഗനിർദ്ദേശത്തിൽ കട്ടില എന്ന് പറഞ്ഞു, പിന്നെ എല്ലാം കട്ടില. ഒരുപാട് കാര്യങ്ങൾ വയോജനക്ക് ചെയ്യാനുണ്ട്. പ്രായമായി കഴിഞ്ഞ ആളുകൾ ഉപയോഗിക്കുന്ന ബാത്റൂമിൽ ഹാൻഡ് റെയിൽ ഉണ്ടല്ലോ, പിടിച്ചു കയറാനുള്ള, അവർക്ക് ചവിട്ടിയ തെന്നി വീഴാതിരിക്കാനുള്ള മാറ്റുകൾ, ഇതെല്ലാം പഞ്ചായത്ത് ചെയ്യണമെന്നില്ല. നമുക്കല്ലാതെ തന്നെ ആ വാർഡിലുള്ള ആളുകളുടെ ഇത് വളരെ അടിയന്തരമായി ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ വലിയ പിന്തുണ ചെയ്യേണ്ടത് പഞ്ചായത്താണ്. പഞ്ചായത്ത് ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെ ചെയ്യാം. ഇതൊക്കെ ഒരു 10-45 മിനിറ്റ് പറയേണ്ടതാണ്. തീർച്ചയായിട്ടും. ഈ മാലിന്യ പ്രശ്നത്തിൽ വളരെ അഭിമാനകരമായ മുന്നേറ്റം നമ്മൾ നടത്തിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എങ്കിൽ പോലും അത് പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല സാറേ. പക്ഷെ അതിന് നമ്മൾ ഇനി എന്തെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ ഈ മാലിന്യ ഇതുമായി ബന്ധപ്പെട്ട് പരിഷത്തിലായതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ശ്രദ്ധിക്കുന്ന ആളാണ്. അതുകൊണ്ട് വ്യക്തിപരമായും കുടുംബത്തിലായാലും ചെല്ലുന്ന സ്ഥാപനങ്ങളിലായാലും ഇത് ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ മക്കളുടെ വിവാഹത്തിനാണെങ്കിലും വന്നവരാരും ഇവിടെ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. 500 ചില്ലി ഗ്ലാസ് അതിനു വേണ്ടി ഞാൻ വാങ്ങിച്ചു. അത് പലരും കൊണ്ടുപോയി പൊട്ടി. ഇപ്പോഴും ഒരു 200 ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഒരു 2000 ഗ്ലാസ് വേണ്ടടുത്ത് 500 ചില്ലി ഗ്ലാസ് 2 മക്കളുടെയും വിവാഹത്തിനും പലരും ഇപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതെന്താണ് തുടക്കത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, സർക്കാർ മാത്രം വിചാരിച്ചാലോ പഞ്ചായത്ത് മാത്രം വിചാരിച്ചാലോ മാലിന്യ സംസ്കരണ വിഷയം പരിഹരിക്കപ്പെടില്ല. ഇപ്പോൾ
പല പഞ്ചായത്തുകളും ഹരിതകർമ്മസേന വന്നു, MCF വന്നു, മിനി MCF വന്നു, ട്രോളി വന്നു, വണ്ടി വാങ്ങിച്ചു. ഇതെല്ലാം ഉണ്ടെങ്കിലും കഴിഞ്ഞ വർഷം അവസാനം നടത്തുന്ന വിലയിരുത്തൽ പോലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്ലാസ്റ്റിക്കിൽ അല്ലെങ്കിൽ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക്കിൽ ഏതാണ്ട് 50% പോലും ശേഖരിക്കപ്പെടുന്നില്ല. ഹരിതകർമ്മസേന വഴി ശേഖരിക്കപ്പെടുന്നില്ല. ബാക്കി എങ്ങോട്ട് പോണു? അതിപ്പോഴും വലിച്ചെറിയുന്നുണ്ട്, അതിപ്പോഴും സുന്ദരമായി കത്തിക്കുന്നുണ്ട്, ഇപ്പോഴും സുന്ദരമായി തൻ്റെ കൺവെട്ടത്തിലല്ലാത്ത ഇടങ്ങളിൽ വലിച്ചെറിയുന്നുണ്ട്. ഇതിൻ്റെ അപകടം മനുഷ്യർ മനസ്സിലാക്കണം. മറ്റൊന്ന്, മാഷ് ഇടപെട്ട പോലെ വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തപ്പെടുത്തണമെന്ന് പറഞ്ഞതുപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ് നിരോധിച്ച ഒരു വസ്തുവാണ്. പ്ലാസ്റ്റിക് സ്ട്രോ നിരോധിച്ച്, ഇങ്ങനെ നിരോധിച്ച വസ്തുക്കളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. മൊത്തത്തിൽ 7 ടൈപ്പ് പ്ലാസ്റ്റിക് ഉള്ളതിൽ നിരോധിച്ച പ്ലാസ്റ്റിക്കും നിരോധിക്കാത്ത പ്ലാസ്റ്റിക്കും ഒക്കെ ഉണ്ട്. ഇത് യാതൊരു മയവും കൂടാതെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉപയോഗിക്കുകയാണ്. സർക്കാർ ഇടപെടുന്നുണ്ട്, എൻഫോഴ്സ്മെൻറ്റ് നടത്തുന്നുണ്ട്, പിഴയിടിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ പിഴയിടിക്കാൻ വേണ്ടി മാത്രമുള്ള സ്റ്റാഫൊന്നും കേരളത്തിലില്ല. അപ്പോൾ ഇത് ഓരോ കുടുംബവും ഓരോ സമൂഹവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഉപയോഗിച്ച ഗ്ലാസ് നോക്കുമ്പോൾ അതിനകത്ത് ബയോഗ്രേഡുകൾ എന്നൊക്കെ കാണുമെങ്കിലും അതൊന്നുമല്ല. നിങ്ങളിവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു 25 സ്റ്റീൽ ഗ്ലാസ് വാങ്ങിച്ചു വെച്ചാൽ തീരാവുന്ന ഒരു വിഷയമുള്ളൂ. നമ്മുടെ വീട്ടിൽ നടക്കുന്ന മാമോദീസ, പിറന്നാളുകൾ, യാത്രയയപ്പുകൾ, ഇവിടെയെല്ലാം നമ്മൾ സ്റ്റീൽ ഗ്ലാസുകൾ അല്ലെങ്കിൽ ചില്ല് ഗ്ലാസുകൾ ഉപയോഗിക്കണം. പ്ലേറ്റുകളും അങ്ങനെ തന്നെയാണ്. ഈ ശീലം മനുഷ്യർക്കുണ്ടാവണം. ഒന്നാ പറഞ്ഞോളിയാൻ. 2, ഞാൻ ജൈവമാലിന്യങ്ങളുടെ കാര്യം പറയാം. ഒരു വീട്ടിൽ സാധാരണ പച്ചക്കറിയുടെയോ മീനിൻ്റെയോ ഇറച്ചിയുടെയോ മറ്റു വരുന്നത്, അതൊക്കെയാണ് ജൈവമാലിന്യങ്ങൾ. ആലുവ നഗരസഭയിലൊക്കെ എല്ലാ വീടുകളിലും ഇതിൻ്റെ ബയോ കമ്പോസ്റ്റർ കൊടുത്തു കഴിഞ്ഞു. പക്ഷെ ഉപയോഗിക്കുന്ന ആളുകൾ 50% താഴെയാണ്. ബാക്കിയുള്ളവർ മുമ്പ് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ ചെയ്യുകയാണ്. എന്താണത് പറയുന്നതെന്ന് വെച്ചാൽ, ഈ ജൈവമാലിന്യങ്ങൾ നാം പുറമേ വലിച്ചെറിയുകയോ ഒരടഞ്ഞ പാത്രത്തിൽ സൂക്ഷിക്കുകയോ ചെയ്താൽ അതിൽ നിന്ന് പ്രധാനമായി ഉയരുന്ന വാതകം മിഥൈലാണ്. മിഥൈൽ എന്ന വാതകം മുകളിലേക്ക് പോയാൽ അത് അന്തരീക്ഷത്തിൽ നമ്മുടെ ആദ്യത്തെ കുടയ്ക്ക് കനം കൂട്ടുകയും നമ്മുടെ ചൂട് കൂടുന്നതിൻ്റെ പ്രധാന കാരണമായി വരുന്നതിൽ പ്രധാന വില്ലനാണ് മിഥൈൽ, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകൾ. അതിൽ നമുക്ക് സുഖമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ബയോ കമ്പോസ്റ്റർ ഉപയോഗിച്ച് മാലിന്യത്തെ ഇനോക്കുലത്തിൻ്റെ സഹായത്തോടു കൂടി സംസ്കരിക്കുകയും അങ്ങനെ സംസ്കരിച്ച് കിട്ടുമ്പോൾ അതൊരു 1.5-2 മാസം കഴിയുമ്പോൾ അത് നല്ലൊരു വളമാകാം. അത് ചെടികൾക്കോ പച്ചക്കറി തൈക്കൊക്കെ ഇടാവുന്നതാണ്. 2, 3 നമ്മൾ ഒട്ടും കൈവയ്ക്കാത്തൊരു മേഖലയാണ് ദ്രവമാലിന്യം. കാര്യമായി കൈവയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് വീട്ടിലെ ദ്രവമാലിന്യമായാലും സ്ഥാപനങ്ങളിലെ ദ്രവമാലിന്യമാണെങ്കിലും ഇപ്പോഴും പൊതു കാനയിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വളരുന്ന പകർച്ചവ്യാധിക്ക് ഒരു മുഖ്യമായ കാരണം അതാണ് എന്ന് പറയാതിരിക്കാതെ വയ്യ എന്നുള്ളതാണ് സത്യം. സർക്കാർ ഇപ്പോൾ കുറേ ഇടപെടൽ നടത്തി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതും ഒരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. 4, ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ അജൈവ മാലിന്യത്തിൻ്റെ കൂടി പറയാൻ വിട്ടുപോയ കാര്യമാണ്. നിങ്ങളുടെ എല്ലാം വീട്ടിൽ ഒരു 5 ടിന്നുകളോ കിറ്റുകളോ സൂക്ഷിക്കണം. ബാറ്ററി ഇടാൻ, ചെരുപ്പിടാൻ, ബെൽറ്റ് ഇടാൻ, ചില്ലിടാൻ, കുപ്പിച്ചില്ലിടാൻ, ഇലക്ട്രോണിക് വേസ്റ്റ് ഇടാൻ. ഇതൊക്കെ ഇപ്പോൾ ഈ ഇലക്ട്രോണിക് വേസ്റ്റൊക്കെ വില കൊടുത്ത് മുനിസിപ്പാലിറ്റി എടുത്തു തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ സെഗ്രിഗേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് വീട്ടിൽ നടക്കണം. അത്രേ പറയുന്നുള്ളൂ. എൻ്റെ ഒരു ചെറിയ സംശയമാണ്, ഈ പേപ്പർ ഗ്ലാസും ഡിസ്പോസിബിൾ ഗ്ലാസും പ്ലേറ്റുകളുമൊക്കെ ഇപ്പോൾ ശാസ്ത്രം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കോട്ടിങ്ങുകൾ അമിതമായ അപകടങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിലാണ് അതിൻ്റെ കോട്ടിങ്ങെന്ന് ചെറിയൊരു ശാസ്ത്ര ലേഖനങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ നിഗമനങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അതായത് ഡിസ്പോസിബിൾ ഗ്ലാസുകൾ ഉപയോഗിക്കുന്ന കോട്ടിങ്ങുകൾ മനുഷ്യന് അത്രയ്ക്ക് ഹാനികരമല്ല എന്നൊരു റിപ്പോർട്ട് കണ്ടിരുന്നു. എത്രത്തോളമാണെന്ന് എനിക്കറിയില്ല. നല്ല ചോദ്യമാണ്. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അതിന് മറുപടി പറയണമെങ്കിൽ, നിങ്ങൾ 2
ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ നിങ്ങൾ വീട്ടിലൊരു ചൂടന് ഒരു ചായ ഒഴിക്കുക, നല്ല കടുപ്പത്തിലൊരു ചായ എടുത്ത് ഒഴിക്കുക. ഒരു ചില്ല് ഗ്ലാസ്സിൽ ചൂടന് ഒരു ചായ ഒഴിക്കുക. മുകളിൽ വരുന്ന ആ പാടയ്ക്ക് ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ കട്ടി കൂടുതലായിരിക്കും. നമ്മുടെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് മൈക്രോ പ്ലാസ്റ്റിക്കാണ്. ആ മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മുഖ്യ ഘടകമാണ് ഈ ഗ്ലാസ്സിനകത്തൊരു ഇന്നർ കോട്ടില്ലാണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ദ്രാവകം നിറയ്ക്കാൻ പറ്റില്ല. ആ ഇന്നർ കോട്ട് അപ്പം ഒരുകും എന്ന് വെച്ച് ഉടനെ നമ്മൾ കാറ്റ് പോകാനൊന്നും പോകുന്നില്ല. പക്ഷേ കാലങ്ങൾ കഴിയും തോറും ഇത് നിങ്ങളുടെ ശരീരത്തിലെ ഒരു ഫോറിൻ എലിമെൻ്റായിട്ട് കുന്നുകൂടുകയും അത് നിങ്ങൾക്ക് പല രോഗങ്ങളും ഉണ്ടാക്കും. അങ്ങനെ പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന രോഗങ്ങളിൽ ഒരു പ്രധാന ഒന്നാണ് ക്യാൻസർ, അറ്റാക്ക്, ഇമ്പോർട്ടൻസി, അതുപോലെ തന്നെ ഈ പ്രായം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾ, ആസ്മ രോഗികൾ, ത്വക്ക് രോഗങ്ങൾ, ഇങ്ങനെ ഒട്ടേറെ രോഗങ്ങൾ അതുവഴി ഉണ്ടാകുമെന്ന് തന്നെ ശാസ്ത്രം കണ്ടെത്തിക്കഴിഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ പറയുന്ന ഒരു ക്ലാസ് എടുത്ത് ഞാൻ തൊണ്ടു പൊളിച്ചു. അപ്പോൾ ഞാൻ ആ പ്ലാസ്റ്റിക് കോട്ടിങ് അത് മോളിൽ നിന്ന് ചിരണ്ടി കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലാസ്റ്റിക് കോട്ടിങ് സുഖമായിട്ട് കാണാം. ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് എളിയവൻ്റെ അഭ്യർത്ഥന. സമയക്കുറവുകളുണ്ട്, നമുക്ക് ഞാൻ എത്രയും പെട്ടെന്ന് തീർക്കാം. രണ്ടുമൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുള്ളത്. സാറേ, ഈ മദ്യം, മയക്കുമരുന്നൊക്കെ നമ്മൾ ഇന്ന് ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും. യുവാക്കളെയാണെങ്കിലും പ്രായമുള്ളവരെയും ഒക്കെ അത് അടിമകളായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ വികസന സമിതിക്ക് അതിൽ എന്ത് റോളുകൾ ചെയ്യാൻ കഴിയും? നമ്മുടെ ഭരണഘടന അംഗീകരിച്ച ഗ്രാമസഭയുടെ ഉത്തരവാദിത്വം ചുമതലകളിൽ ഒരു 10-30 കാര്യം പറഞ്ഞതിൽ ഒരു കാര്യമാണ് മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണം ഗ്രാമസഭയിലും വാർഡ് സഭയിലും നടത്തണമെന്ന്. അതേപോലെ തന്നെ മതേതരത്വ ചിന്താഗതി വളർത്താനുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്താം, വിനോദ പരിപാടികൾക്കുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്താം. ഇതൊക്കെ ഇതിനകത്തുള്ളതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഏതായാലും കുറച്ച് നാളായിട്ട് മയക്കുമരുന്നൊരു വില്ലനായിട്ട് മാറിയിരിക്കുന്നു, മദ്യവും ഒരു വില്ലനായി മാറിയിരിക്കുന്നു. ഏതൊരു ചടങ്ങിലും മദ്യം വേണമെന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ പല റെക്കോർഡുകൾക്കൊപ്പം കേരളം ഭേദിച്ച റെക്കോർഡുകളാണ്. ഈ തവണ ചാലക്കുടി എന്നുള്ളത് മാറി പത്തനംതിട്ടയ്ക്ക് പോയി എന്ന് എനിക്ക് തോന്നണേ മദ്യത്തിൻ്റെ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് എക്സൈസുകാരെ കൊണ്ട് നിർത്താൻ കഴിയില്ല. മെയിനായിട്ട് ഇവിടെ നിന്ന് ആ യുവതലമുറ 3 പേര് സംസാരിച്ചല്ലോ. എനിക്ക് ഇന്ന് വലിയ കിട്ടിയ ഒരു ഊർജ്ജമാണ് ആ യുവതലമുറയെ പങ്കെടുപ്പിച്ചത്. ഈ കഴിഞ്ഞ 1 മാസമായിട്ട് ഞാൻ ഈ ഊർജ്ജം സംഭരിക്കുന്നത് മീനാക്ഷിയിൽ നിന്നാണ്. മീനാക്ഷിയെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എന്താ ആ മോള് കാണിക്കണേ, എന്താണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ പറയുന്നത് യുവതലമുറയെ എഴുതി തള്ളേണ്ടതല്ല എന്ന് തെളിയിച്ച ഒരു സെഷനാണ് 2ാമത്തെ സെഷൻ. പക്ഷെ പിള്ളേർ പോരാ. പൊതുവെ കാർന്നന്മാർക്കും അധ്യാപകർക്കുള്ള ധാരണ നീ ആയിട്ടില്ല, അതല്ല. അപ്പോൾ അതുകൊണ്ട് വിനോദത്തിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിലും നഗരപ്രദേശങ്ങളിലും കുറഞ്ഞുകൊണ്ടിരിക്കുക. ഗ്രൗണ്ടുകളില്ല. ഉള്ള ഗ്രൗണ്ടുകളാണെങ്കിൽ 4 മണിയാകുമ്പോൾ അടിച്ചുപൂട്ടി പോവുകയും ചെയ്യും. അപ്പോൾ കുറഞ്ഞ സ്ഥലങ്ങളിൽ വിനോദത്തിനുള്ള ഉപാധികൾ, ഉള്ള ഗ്രൗണ്ടുകൾ ഉപയോഗിക്കാനുള്ള ഉപാധികൾ, അത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, ആൺകുട്ടി പെൺകുട്ടി വ്യത്യാസമില്ലാതെ ഈ ഗ്രൗണ്ടുകൾ ഉപയോഗിക്കാനുള്ള സാഹചര്യം പഞ്ചായത്തുകൾക്ക് സംഘടിപ്പിക്കാൻ കഴിയും. ജെൻഡർ ഫുട്ബോൾ, ജെൻഡർ വോളിബോൾ, ജെൻഡർ ബാസ്കറ്റ്ബോൾ, ഇതൊക്കെ നമ്മൾ തുടങ്ങേണ്ട കാലം കഴിഞ്ഞു. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളെ കലങ്കിലോ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് സമയം കളയാനും എല്ലാ മനപ്രയാസവും മറക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ആയുധമാണ്. അപ്പം അത് കളയണമെങ്കിൽ അതിനുള്ള ബദൽ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടാവണം. അപ്പോൾ അതോടൊപ്പം അത് കൂട്ടിച്ചേർക്കേണ്ടത് യുവാക്കൾക്ക് തൊഴിലിടമില്ലാത്തൊരവസ്ഥ നമ്മുടെ കേരളത്തിൽ അതിസങ്കീർണമാണ്. ഇപ്പം എൻ്റെ മക്കൾ പോലും വിദേശത്ത് പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പാരൻസ് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാറ് നേരത്തെ വയോജനങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ. അപ്പം അതിനൊരു ക്രിയാത്മകമായ പരിഹാരം. ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ മക്കൾ വിദേശത്തേക്ക് പോകുന്നത് ഒരു പാതകമായി കാണേണ്ടതില്ല. വിദേശത്തെ ജോലി സാധ്യതകൾ ഉണ്ടെങ്കിൽ അവരത് ഉപയോഗിക്കട്ടെ. മുമ്പ് നമ്മുടെ നാട്ടുകൾ പേർഷ്യയിലേക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഒക്കെ പോയിട്ടിരിക്കുന്നത്. ഇന്നും അങ്ങനെ ഒരു സാധ്യതയുണ്ട്, അത് ആളുകൾ പോകുന്നുണ്ട്. പക്ഷെ പോകുന്ന എല്ലാവരുടെയും കാര്യം അത്ര സുരക്ഷിതമല്ല. അത് പോകുന്നവരും രക്ഷിതാക്കളും നാട്ടുകാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിങ്ങനെ പോയ
ഒരു 3-4 പേരോട് സംസാരിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞത്, ഞങ്ങൾ പണത്തേക്കാൾ അധികം ആഗ്രഹിക്കുന്നത് പോകുന്നതിൻ്റെ പിന്നിൽ സ്വാതന്ത്ര്യമാണ്. മക്കൾ ഇവിടെ വന്ന് നിന്ന് ഇവിടെ നാട്ടിൽ ജോലി ചെയ്താൽ പിന്നെ നമ്മുടെ നിയന്ത്രണം വലിയ തോതില്ല. എന്താ വൈകിയ, എന്താ ആഹാരം കഴിക്കാത്ത, എന്താ നീ എഴുന്നേക്കാത്ത, എന്താ മൊബൈൽ ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കണേ, ഇങ്ങനെ എന്നോട് ആ കുട്ടികൾ നേരിട്ട് പറഞ്ഞു, വലിയ നിയന്ത്രണമാണ്. അത് നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു പക്ഷം. മറ്റൊന്ന്, യുവാക്കൾക്കും വിവാഹം കഴിഞ്ഞവർക്കും പ്രായമുള്ളവർക്കും തൊഴിൽ കൊടുക്കാനുള്ള വലിയൊരു സംവിധാനമാണ് കേരള സർക്കാർ 2 വർഷമായിട്ട് തുറന്നു വച്ചിരിക്കുന്നത്. വിജ്ഞാന കേരളം. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്ക്. വിജ്ഞാന കേരളം എന്ന വാക്കോ ആ സംവിധാനമോ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? അതിന് വലിയ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ നഗരസഭയിലും പഞ്ചായത്തിലും അതിനു വേണ്ടിയിട്ടുള്ള തൊഴിൽ കൊടുക്കാനുള്ള മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട്. 2 ലക്ഷം പേർക്ക് കേരളത്തിൽ തൊഴിൽ കൊടുത്തു കഴിഞ്ഞു. പ്രതീക്ഷ അത്രയൊന്നും ഉണ്ടായില്ല. അത് ചെറിയ വരുമാനം കിട്ടുന്ന തൊഴിലുമുണ്ട്, 1 ലക്ഷം 2 ലക്ഷം രൂപ കിട്ടുന്ന തൊഴിലുണ്ട്, വിദേശത്ത് പോയി ചെയ്യുന്ന തൊഴിലുണ്ട്, വീട്ടിലിരുന്ന് ചെയ്യുന്ന തൊഴിലുമുണ്ട്. ബാക്കി വിജ്ഞാന കേരളം ഞാൻ പറഞ്ഞു പോയാൽ സമയം പോകും, ഞാൻ അതിലേക്ക് പോകുന്നില്ല. മറ്റൊന്ന്, നമ്മുടെ വിദ്യാഭ്യാസ രീതി ഒരു സ്വയം തൊഴിൽ കണ്ടെത്താൻ, ഒരു സ്വയം സംരംഭം തുടങ്ങാൻ ഒട്ടും പ്രാപ്തമല്ല. എല്ലാവർക്കും പഠിച്ചു കഴിഞ്ഞവർക്ക് സർക്കാർ ജോലി കിട്ടുക എന്ന് പറയുന്നത് ഇനി ഒട്ടും പ്രായോഗികമല്ല. അപ്പോൾ സ്വയം തൊഴിൽ തുടങ്ങാനുള്ളൊരു ശേഷിയാണ് ഉണ്ടാവേണ്ടത്. നിലവിൽ 2 വർഷമായി കേരള സർക്കാരിൻ്റെ പുതിയ ഉത്തരവുകൾ, അത് പഞ്ചായത്തിലും നഗരസഭയിലും വന്നിരിക്കുക. ഞാനിത് വെറുതെ പറയുകയല്ല. ഒരു സംരംഭം തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിച്ച ഒരു പഞ്ചായത്തിലോട്ട് ചെന്നാൽ അവിടെ ഒരു ഇൻറ്റേൺ ഉണ്ട്, നഗരസഭയിലുണ്ട്. നിങ്ങൾക്ക് വേണ്ട അപേക്ഷാ ഫോർ അടക്കം അത് ശരിയാക്കി തരേണ്ട പണി സർക്കാർ നിയമിച്ചേക്കണതാണ് അദ്ദേഹത്തിന് ശമ്പളം കൊടുത്ത്. ഇപ്പോൾ വ്യവസായ വകുപ്പ് ആകെ ഇളകി നല്ലൊരു സംവിധാനമായി മാറി. പുറമേ പ്രചരിപ്പിക്കുന്ന പോലെയല്ല. ആലുവ നഗരസഭയിൽ 106 സംരംഭങ്ങൾ ഇതിൻ്റെ ഭാഗമായി പുതിയതായി തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 150ഓളം സംരംഭങ്ങൾ കുടുംബശ്രീയുടെ ഭാഗമായി തുടങ്ങി. ഞാൻ ഒരു സ്ഥലം മാത്രമേ പറഞ്ഞുള്ളൂ. ഈ ശരാശരി ഇതേ റേഷ്യോയിൽ എല്ലാ പഞ്ചായത്തിലും നഗരസഭയിലും വന്നു കഴിഞ്ഞു. വെല്ലുവിളി എന്താണെന്നറിയാം, ഇതിൽ എത്ര എണ്ണം അടുത്ത വർഷം ജീവനോടെ ഉണ്ടാവും എന്നുള്ളതാണ്. സംരംഭം തുടങ്ങാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് നിലനിർത്താനും ലോൺ അടയ്ക്കാനും ഉള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ വെല്ലുവിളി നേരിടുകയാണ്. ഇവിടെയാണ് പ്രാദേശികമായ സമൂഹത്തിൻ്റെ ഇടപെടൽ. അതിൽ വാർഡൊക്കെ ഇടപെടണം. പുട്ടുപൊടി ഉണ്ടാക്കുന്ന ഒരു കുടുംബശ്രീ യൂണിറ്റ് 5 കിലോ പുട്ടുപൊടി ഉണ്ടാക്കി ചിലവാക്കാതെ ഇരിക്കുമ്പോഴാണ് അവർ തരുന്ന 65 കിലോ പുട്ടുപൊടിക്ക് പകരം നമ്മൾ പോയി മറ്റൊരു സ്റ്റാൻഡേർഡ് കമ്പനിയുടെ പുട്ടുപൊടി 78 രൂപയ്ക്ക് 80 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഈ മനോഭാവത്തിൽ മാറ്റം വന്നാൽ ഇത്തരം ചെറു സംരംഭങ്ങൾ, ഇത് ഇവൻ്റ് മാനേജ്മെൻ്റ് അടക്കം ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെറു സംരംഭങ്ങളായി തുടങ്ങാവുന്നതുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഒരു വാർഡിൽ ഒരു 100 സ്റ്റീൽ ഗ്ലാസ് 100 പ്ലേറ്റ് വാങ്ങിച്ച് വെച്ച് ഒരു പണിയില്ലാത്ത ഒരാൾ സംരംഭം തുടങ്ങിയാൽ നിങ്ങൾ പ്ലേറ്റ് ചോദിച്ചാൽ പ്ലേറ്റ് ഇവിടെ വരും. അങ്ങനെ ഒട്ടേറെ സാധ്യതകളുണ്ട്. എൻ്റെ അവസാന വാക്ക് ഇതാണ്, എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടുക എളുപ്പമല്ല. പഴയ പോലെ എല്ലാവർക്കും സ്ഥിരം ജോലി കിട്ടുക എളുപ്പമല്ല. തൊഴിൽ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വയം സംരംഭം തുടങ്ങാനും ഉള്ള തൊഴിൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കേണ്ട ഒരു കാലത്തോടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. യെസ്. അപ്പോൾ സാറിപ്പോൾ ഒരു ചോദ്യം കൂടിയുള്ളൂ. സാറിപ്പോൾ പറഞ്ഞത് വളരെ വലിയൊരു കാര്യമാണ്. പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങൾ ജോബ് ഫെയർ പേരിന് നടത്തുന്നുണ്ടെങ്കിലും ആ ഫെയറിൽ അവസാനിക്കുന്നു. നമ്മൾ കാവലാളായിട്ടുണ്ടാവണം. അതിനോടൊപ്പം ഒരുപാട് സംരംഭകർക്ക് മാർഗനിർദ്ദേശം നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിയമമുണ്ട്, അവസരങ്ങളുണ്ട്. നമ്മളതിന് തയ്യാറാകണം. വാർഡ് മെമ്പറാണെങ്കിലും ചിലപ്പോൾ പേരിന് അദ്ദേഹം ചിലപ്പോൾ അത് അവിടെ അവസാനിപ്പിച്ചേക്കാം. അത് പോരാ, തുടർന്ന് ഒരുപാട് നടപടികളുണ്ട്. അത് നമ്മൾ ചെയ്യും. ഞാൻ അവസാനത്തിലേക്ക് ജോബ് ഫെയർ എന്ന് പറയുന്ന സംഭവം എന്താ അറിയാമോ? ശരിക്കും 750 വേക്കൻസി ഉണ്ട് എന്ന് കരുതി ജോബ് ഫെയർ നടത്തുന്നു. 3000 പേർ ജോബ് ഫെയറിൽ പങ്കെടുക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്നു. അവിടെ 750 പേർ വരുന്നു. അവർക്ക് എത്ര വേക്കൻസി ഉണ്ടോ അതിനുള്ള ആവശ്യമുള്ള ആളുകളെ അവിടെ നിന്ന് കിട്ടുന്നില്ല.
ഇങ്ങനെ ഒരു പ്രാവശ്യം ജോബ് ഫെയറിൽ പങ്കെടുത്ത ആളുകളെ അവർ പറയും, ഇൻ്റർവ്യൂ നടത്തുന്നവർ, ഇയാൾക്ക് ഇന്ന കുറവുണ്ട്, ഭാഷ വശമില്ല, സ്കില്ല് പോരാ, ആശയവിനിമയം ശരിയല്ല. ഈ സ്കില്ല് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സർക്കാർ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഫീസ് പ്രത്യേകിച്ച് കൊടുക്കണം. നിങ്ങൾക്ക് ഓൺലൈനിലും അല്ലാതെയുമായി നിങ്ങളുടെ ഭാഷ മെച്ചപ്പെടുത്താനും ആശയവിനിമയം മെച്ചപ്പെടുത്താനുള്ള സംവിധാനം നിലവിലുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ അവസാന ചോദ്യത്തിലേക്ക് ഞാൻ നീട്ടുന്നില്ല. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനും അധികം മറുപടി പറയാനും തയ്യാറാണ്. പക്ഷെങ്കിലും ജനകീയ ആസൂത്രണം വഴിയുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അതൊന്ന് ചുരുക്കി സാറെന്ന് പറഞ്ഞാൽ. ചുരുക്കി പറയാൻ പറ്റിയ കാര്യമല്ല അത്. നിങ്ങൾ 96 മുമ്പ് നിങ്ങളുടെ സർക്കാർ ആശുപത്രിയിലോ സർക്കാർ വിദ്യാലയങ്ങളിലോ നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിലോ അംഗൻവാടികളിലോ ഒക്കെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങളായിരുന്നു. ഇന്ന് സൗകര്യങ്ങൾ ആകെ മാറി. പഞ്ചായത്ത് ഓഫീസ് ഏതാണ്ട് 10 ഇരട്ടി സ്ക്വയർ ഫീറ്റിലേക്ക് മാറി. സൗകര്യങ്ങൾ ഒരുപാട് വർദ്ധിച്ചു. ഒരു 500 സ്ക്വയർ ഫീറ്റില്ലാത്ത PHC ഒക്കെ വളർന്ന് ഇപ്പോൾ ഫാമിലി ഹെൽത്ത് സെൻ്റർ ആക്കി. അവിടെ 5000 സ്ക്വയർ ഫീറ്റ് ഡോക്ടർമാർക്ക് പ്രത്യേകം ഇരിക്കാനുള്ള ഒരു മുറി. മറ്റത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഡോക്ടർമാരും 3 ഡോക്ടർമാരും ഒരു മുറിയിലായിരുന്നു. അത് ഈ പ്രൈവസി തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ പോകാത്ത ആളുകളുണ്ടായി. ഫാമിലി ഹെൽത്ത് സെൻ്റർ വരുന്നതോട് കൂടി വൈകിട്ട് ജോലിക്ക് പോകുന്ന ആളുകൾക്കും നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി പോകാനുള്ള സൗകര്യങ്ങളായി. അവിടെ ആവശ്യത്തിനുള്ള എല്ലാ മരുന്ന് വാങ്ങാനുള്ള പണവും നഗരസഭയും പഞ്ചായത്തും കൊടുക്കുകയാണ്. മരുന്നിന് പഞ്ഞമില്ല. ഷുഗർ രോഗികൾക്ക് അടക്കമുള്ള മരുന്നുകൾക്ക് അവിടെ പഞ്ഞമില്ല. ഏതെങ്കിലും ചെറിയ മരുന്നുകൾ മാത്രമേ ഉള്ളൂ. ഈ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെ അല്ല സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ. ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ ഒരു മരുന്നില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതല്ല, അതല്ല. അങ്ങനെ ഇപ്പോൾ കാക്കനാട് ഒരു ആശുപത്രിയിൽ ഒരു PHCയിൽ കൂടുതൽ മരുന്ന് വന്നു. കടുങ്ങല്ലൂർ PHCക്ക് വേണമെങ്കിൽ ആ മരുന്ന് കൈമാറാം, ഇവിടെ മരുന്നില്ലെങ്കിൽ. അങ്ങനെ അങ്ങനെ ഓരോ സൗകര്യങ്ങൾ, റോഡ് സൗകര്യങ്ങൾ എത്ര 96 ഞാൻ താമസിക്കുന്ന പ്രദേശത്തെ മണ്ണ് റോഡുകളെല്ലാം ഇപ്പോൾ ടാറിട്ട റോഡുകളോ ടെയിൽ റോഡുകളോ ആയി, ഇല്ലേ? സിമൻറ്റ് കട്ട റോഡുകളുമായി. ഇതിൻ്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത് റോഡുകൾ ഉണ്ടാക്കിയെങ്കിലും ഡ്രൈനേജ് ശരിയല്ല. ആ രംഗത്ത് നേരിടുന്ന പ്രധാന വെല്ലുവിളി അതാണ്. അങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 750 കോടി രൂപയാണ് ജനകീയാസൂത്രണത്തിൻ്റെ ആദ്യത്തെ വർഷം കൊടുക്കുന്നതെങ്കിൽ ഇന്ന് ജനകീയാസൂത്രണത്തിന് വേണ്ടി സർക്കാർ മാറ്റിവെക്കുന്നത് ചിലപ്പോൾ തുക മാറിപ്പോട്ടോ 8,000 കോടി രൂപയാണ്. 2,000 കോടി രൂപയാണ്. ഇത് ഓരോ വർഷവും സർക്കാർ 0.5% വെച്ച് വർദ്ധിക്കുകയാണ്. ഈ വർഷം കൊടുത്തിരിക്കുന്നത് 28.5%. ആ തുക ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റോ നഗരസഭയോ ചെന്നിങ്ങനെ യാചിച്ച് നിൽക്കണ്ട. ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ബഡ്ജറ്റിൽ പഞ്ചായത്തിനുള്ള തുക മാറ്റിവെക്കുകയാണ്. കൂടാതെ റോഡ് ഫണ്ട്, റോഡ് ഇതര മെയിൻ്റനൻസിനുള്ള ഫണ്ട്, അല്ലാതെ ഈ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ സ്കീമുകൾ വഴി വരുന്ന ഫണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ CFC സെൻട്രൽ ഫിനാൻസ് ഗ്രാൻറ്റ്, ഇങ്ങനെ ഒട്ടേറെ ഫണ്ടുകൾ പഞ്ചായത്തിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഫണ്ടല്ല പ്രശ്നമൊന്നും മറ്റു കാര്യം കൂട്ടിച്ചേർന്നു പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഓക്കെ, നമ്മൾക്ക് ഏകദേശം അവസാനിപ്പിക്കാം. എങ്കിലും അത്യാവശ്യം വളരെ നിർണായകമായ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് സമയം അതിക്രമിച്ചു, അതിൻ്റെ പേരിലാണ്. ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഒഴിവാക്കാൻ പാടില്ലാത്ത അത്യാവശ്യ സംശയങ്ങളുണ്ടെങ്കിൽ. ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമസഭകളും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന് കാര്യമായി ഇടപെടാനുള്ള വകുപ്പില്ല, അവർക്ക് വിദ്യാലയങ്ങളില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളിലും വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒരേപോലെ തന്നെയാണ്. അവിടെ നടക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരു ബ്ലോക്കിൻ്റെ, ഇപ്പോൾ പറവൂർ ബ്ലോക്കിൻ്റെ കീഴിൽ 6 പഞ്ചായത്തുകളുണ്ടെങ്കിൽ ഈ 6 പഞ്ചായത്തുകൾ ഏറ്റെടുക്കുന്ന പ്രോജക്റ്റുകൾക്ക് ആവശ്യമുള്ള പിന്തുണാ സംവിധാനമാണ് ബ്ലോക്കുകൾ പ്രധാനമായും നൽകേണ്ടത്. ഓക്കെ, ചുരുക്കണമാണ് എൻ്റെ ക്വസ്റ്റ്യൻ. നമ്മൾ ഗ്രാമസഭകളിലും വാർഡ് സഭകളിലും കൂടി ചർച്ച ചെയ്ത് ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അത് റെക്കോർഡ് ചെയ്യാറുണ്ട്, മിനിറ്റ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെ പറ്റി ഒരു അവലോകനം നടത്താനോ അല്ലെങ്കിൽ സൂപ്പർവിഷൻ ചെയ്യാനോ
സോഷ്യൽ ഓഡിറ്റ് മാതിരി എന്തെങ്കിലും സംവിധാനമുണ്ടോ? ഗ്രാമസഭകളിൽ തീരുമാനിക്കുന്ന പദ്ധതി പ്രവർത്തനങ്ങൾ, അങ്ങനെ 20 വാർഡിലെയും പദ്ധതി പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പുകൾ ക്രോഡീകരിക്കുകയും ആസൂത്രണ സമിതിയുടെ സഹായത്തോടെ അതിൻ്റെ മുൻഗണന തീരുമാനിക്കുകയും അത് ഭരണസമിതിയിലേക്ക് വരുമ്പോൾ, അന്തിമ തീരുമാനം ഭരണസമിതിയുടെയാണ്, ഭരണസമിതിയിലേക്ക് വരുമ്പോൾ ഭരണസമിതിയുടേതായ ഒരു മുൻഗണന വരും. പക്ഷെ ആ മുൻഗണന ഭരണസമിതി തീരുമാനിക്കണമെങ്കിൽ എന്തുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കുന്നില്ല, എന്തുകൊണ്ട് ഇത് നടപ്പാക്കണം എന്ന് കൃത്യമായ തീരുമാനമെടുക്കണം. അത് മിനിറ്റ്സിൽ എഴുതി വയ്ക്കണം. തൊട്ടടുത്ത ഗ്രാമസഭ നടക്കുമ്പോൾ ആ ഗ്രാമസഭയിൽ ആ പദ്ധതി നിർദ്ദേശിച്ച ആൾക്ക് എഴുന്നേറ്റ് നിന്ന് ചോദിക്കാം, ഈ പ്രോജക്റ്റ് എന്തുകൊണ്ട് നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോ ബന്ധപ്പെട്ട ജനപ്രതിനിധിയോ അതിന് തക്കതായ ന്യായമായ മറുപടി പറഞ്ഞിരിക്കണം. മുൻഗണനയുടെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. വാർഡ് ഗ്രാമസഭ തീരുമാനിച്ച മുൻഗണന ഭരണസമിതിക്ക് മാറ്റാൻ കഴിയില്ല. പിന്നെ എവിടെയാണ് മാറുന്നത്? ഈ വാർഡിൽ നിന്ന് 17 പശുക്കളുടെ മുൻഗണന തീരുമാനിച്ചു കഴിഞ്ഞു, അടുത്ത വാർഡിൽ നിന്ന് 21 പേരുടെ തീരുമാനിച്ചു. അങ്ങനെ പഞ്ചായത്ത് മൊത്തം എടുക്കുമ്പോൾ മാർക്ക് കൂടുതൽ കിട്ടിയ ആളുകൾക്ക് വരുമ്പോൾ ഈ വാർഡിൽ 17 തീരുമാനിച്ച് ചിലപ്പോൾ 5 പേർ തള്ളിപ്പോവും. അത്രേ ഉള്ളൂ. പ്രിയമുള്ളവരെ, അപ്പോൾ ഏകദേശം വളരെ ജനകീയമായ ഒരു വിഷയം നമ്മളെടുത്ത് വളരെ അതിന് ഏറ്റവും ആപ്റ്റായ രാജേന്ദ്രൻ സാറ് നിങ്ങളുമായി സംവദിച്ച് തീർച്ചയായിട്ടും ഏറെ പ്രയോജനകരമായി ഇരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, താങ്ക് യു. സാറിന് എന്തെങ്കിലും? ഒന്നുമില്ല പറയാൻ. സാറ് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.